നമസ്കാരം, ഞാൻ പ്രേമാനന്ദൻ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നയാത്രയ്ക്ക് ഇന്ന് ഞാൻ തുടക്കം കുറിക്കുകയാണ്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പാഠപുസ്തകങ്ങളിൽ വായിച്ച് പഠിച്ച, അതോടൊപ്പം കഥകളിൽ വായിച്ച, സിനിമയിലും വീഡിയോയിലും കണ്ട ലോകത്തിൻ്റെ മഞ്ഞിൻ്റെ തലസ്ഥാനം അന്റാർട്ടിക്ക, ആ അന്റാർട്ടിക്കയിലേക്കുള്ള സ്വപ്നയാത്രയ്ക്ക് ഞാനിന്ന് തുടക്കം കുറിക്കുകയാണ്. ഞാൻ പോകുന്നത് ഈ ഓഷ്യൻ വിക്ടറി ആൽബട്രോസ് എന്ന് പറയുന്ന എക്സ്പെഡീഷൻ കപ്പലിലാണ്. അത് ലോകത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഉഷാവ പോർട്ടിൽ നിന്നാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കപ്പൽ എന്തുകൊണ്ട് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പോർട്ട് രീതിയിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് ഈ കടലിലെ ഏറ്റവും വലിയ തിരമാലകളെയും മഞ്ഞിനെയും കീറിമുറിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ കപ്പലിലുള്ളത്. ഇതിന് ഏതാണ്ട് 90 മുറികളിലായി 189 യാത്രക്കാരെ വഹിക്കാൻ കഴിയും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത സോഡിയാക് ഇൻഫ്ലൈറ്റബിൾ ബോട്ടുകൾ ഉള്ളത് കൊണ്ട് ഈ അന്റാർട്ടിക്കയിലെ വിവിധ പ്രദേശങ്ങളിൽ ഏതാണ്ട് 18 ബോട്ടുകൾ ഇവർക്കുണ്ട്. ഈ കപ്പലിനോടൊപ്പം ഇത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ബോട്ടിലെ ആളുകളെ കയറ്റി അന്റാർട്ടിക്കയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇറക്കുവാൻ പറ്റും എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഞാൻ മറ്റു കാര്യങ്ങൾ ഈ കാഴ്ചകൾ, ഈ 12 ദിവസത്തെ യാത്ര ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ 12 ദിവസത്തെ ഈ കാര്യങ്ങളെല്ലാം, ഓരോ ദിവസത്തെ യാത്രയും അതിൻ്റെ അനുഭവങ്ങളും എൻ്റേതായ രീതിയിൽ, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു കൊള്ളാം. പാസ്പോർട്ടും മറ്റു ഡോക്യുമെൻറ്റ്സും കൂടെ ഏൽപ്പിച്ചു. ഇത് ഞങ്ങൾക്ക് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന ഒരു ജാക്കറ്റാണ്. ഇത് ഭയങ്കര മൈനസ് ടെമ്പറേച്ചർ വരുമ്പോൾ ഇവിടുത്തെ നമ്മുടെ സാധാരണ നോർമൽ ഇതൊന്നും ജാക്കറ്റ് പിടിക്കത്തില്ല. അതുകൊണ്ട് വരുന്നവർക്കെല്ലാം ഇവർ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് സൈസുകളൊക്കെ ഇങ്ങനെ നോക്കിയാണ് എൻ്റെ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് വരുമ്പോൾ തന്നെ ഈ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഷാമ്പയിൻ ഉൾപ്പെടെയുള്ള ആൽക്കഹോളിക്ക് കൊണ്ട് ഏതെടുക്കണമെന്ന് തന്നെ ആൾക്കാർക്ക് നിശ്ചയമില്ല. അതോടൊപ്പം തന്നെ ഈ സ്നാക്സ്, കേക്കും സ്നാക്സും ഫ്രൂട്ട്സും ഉൾപ്പെടെ ഒരുപാട് ഐറ്റങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്ന വെൽക്കം ആയിട്ട്. നല്ലൊരു വിഭവസമൃദ്ധമായ പരിപാടിയാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മുടെ താമസമാണല്ലോ നമ്മൾ ആദ്യം നോക്കുന്നത്. ഇനി 12 ദിവസം ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റൂമാണ് ഈ 632. ഇത് ടിൻ ബെഡാണ്. വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. TV ഉണ്ട്, കബോർഡുകളുണ്ട്. അതോടൊപ്പം തന്നെ നല്ല അത്യാവശ്യം നല്ല ഒരു ആംബിയൻസ്, സോഫ, നല്ല സീറ്റിംഗ് ഉള്ള കസേരകൾ. അതോടൊപ്പം തന്നെ ഇത് ഇവിടെ ബാൽക്കണി ഉള്ള റൂമാണ് ഞങ്ങൾക്ക് ഇവർ അലോട്ട് ചെയ്തത്. നല്ല രസമാണ്. കാരണം ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ആംബിയൻസാണ്. ഈ കടലിൻ്റെയും നഗരത്തിൻ്റെയും മലകളുടെയൊക്കെ സൗന്ദര്യം എല്ലാം കൊണ്ടും അത്യാവശ്യം ഒരു നല്ല രീതിയിൽ തന്നെ ഇവരൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ക്രൂയിസിൻ്റെ രീതി തന്നെ ഇവർ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കപ്പൽ സെയിൽ ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ ഉഷ്വ സിറ്റി വിട്ട് ഞങ്ങൾ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രക്ക് പാസേജിലേക്ക്. നോക്കിയാൽ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഉഷ്വ സിറ്റി. ഈ കപ്പലിൽ നിന്ന് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ പർവ്വതവും നഗരവും ആ റോഡേ കൂടെ പോകുന്ന വാഹനങ്ങളും ഈ കടലിൻ്റെ മനോഹാരിതയെല്ലാം ചേർന്ന് ഒരു നല്ല, എന്താ പറയുക, നല്ലൊരു കാഴ്ചയാണ്. ഞാനിങ്ങനെ ആടി ഇങ്ങനെ ഒലഞ്ഞ് വരുമ്പോൾ നിങ്ങൾ കാണും ഞാനെന്തോ ഈ കപ്പലിൽ ഇച്ചിരി വെള്ളം അടിച്ചിട്ട് പിമ്പിരിയായി തെന്നി നടക്കണത്. എന്നാലല്ലേ ഞാൻ പറയാം. ഇത് ട്രക്ക് പാസേജ് എന്ന് പറയും ഈ കടലിന്. ഇത് കാരണം ഇത് തെക്കേ അമേരിക്കയിലെ പാറ്റഗോണിലെയും അന്റാർട്ടിക്കയിലും ഇടയിലൂടെയുള്ള 800 കിലോമീറ്റർ വിസ്തൃതിയുള്ള സമുദ്രമാണിത്.
ഇത് അറ്റ്ലാന്റിക് ഓഷ്യനും പസഫിക് ഓഷ്യനും തമ്മിൽ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഭയങ്കരമായ തിരമാലകളും അതോടൊപ്പം തന്നെ ഈ വിവിധ അടുത്തുള്ള ഭൂപ്രദേശങ്ങളിൽ ഈ കാറ്റിനെ തടഞ്ഞു നിർത്താനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കരമായ കാറ്റും ഭയങ്കരമായ മഞ്ഞുവീഴ്ച ഉണ്ടാകും. അപ്പോൾ കപ്പൽ പോകുമ്പോഴത്തേക്ക് ശരിക്കും ഈ സമയത്ത് ഏതാണ്ട് 1.5-2 ദിവസം കൊണ്ടാണ് ഇത് കവർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് സീ സിക്നെസ് എല്ലാവർക്കും അനുഭവപ്പെടും. അതിന് നമ്മളിവിടുന്ന് നമ്മൾ പ്രിക്വേഷന് കാര്യങ്ങളെല്ലാം പറയും. അത് കഴിഞ്ഞിട്ട് ഒരു ടാബ്ലറ്റ് വരും. ആ ടാബ്ലറ്റ് കഴിച്ച് 24 hours അതിൻ്റെ എഫക്റ്റ് നിൽക്കും. എന്നാൽ പോലും നമുക്ക് ഭയങ്കര ക്ഷീണവും അതോടൊപ്പം തന്നെ നമ്മൾ തളർന്നു പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോർമൽ കേസിലുള്ള ഒരു സെൻസിലായിരിക്കത്തില്ല നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇതിന് ഡ്രഗ് പാസേജ് എന്ന പേര് വരാൻ കാര്യം 15-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ഡി ഹോസസ് എന്ന സ്പാനിഷ് പര്യവേഷകൻ ഇതിൻ്റെ അടുത്ത് വരെ വന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. എന്നാൽ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാന സമയത്ത് ഫ്രാൻസിസ് ഡ്രക്ക് എന്ന ബ്രിട്ടീഷ് പര്യവേഷകൻ ഈ പാറ്റഗോൺ മേഖല അദ്ദേഹം കടന്ന് പോകുവാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ഡ്രഗ് പാസേജ് എന്ന് പേരിട്ടത്. ഇത് ലോകത്തിലെ ഏറ്റവും അൺപ്രഡിക്റ്റബിൾ സീയാണ്, ഏറ്റവും അപകടകരമായ ഒരു സമുദ്രം തന്നെയാണ്. എന്നാൽ നമ്മുടെ ഈ ആൽബട്രോസ് ഈ ഷിപ്പ് ഇതിനൊക്കെ കടന്നു പോകാൻ പറ്റുന്ന ഏറ്റവും മിടുക്കനായ അത്യാധുനികമായ സൗകര്യങ്ങൾ കൂടിയുള്ള ഒരു കപ്പൽ തന്നെയാണ്. ഈ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം എക്സൈറ്റ് ആയിട്ടുള്ള ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് ഇവിടെ ഈ കപ്പലിലുള്ള എല്ലാ യാത്രികരും ഇവിടെ വന്നിങ്ങനെ അണിനിരന്ന് കാഴ്ച കാണുന്നത്. ഏതൊരു യാത്രികന്റെയും ഏറ്റവും വലിയൊരു സ്വപ്നം ലോകത്തിന്റെ ഏറ്റവും അറ്റത്തുള്ള അന്റാർട്ടിക്കയിൽ എത്തിച്ചേരുക എന്നത്. ആ സ്വപ്നം ഞാൻ ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തെ ട്രക്ക് പാസേജിലുള്ള കഠിനമായ യാത്രയ്ക്ക് ശേഷം ഈ അന്റാർട്ടിക്കയുടെ ഭാഗമായ ദ ഗേറ്റ് വേ ഓഫ് അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഷെറ്റ്ലാൻഡ് ഐലൻഡ്, ആ ഐലൻഡാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഇതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈ കപ്പൽ ഡോക്ക് ചെയ്യും. അതിനുശേഷം ഞങ്ങൾ സോഡിയാക്ക് ബോട്ടിലെ ഐക്കോ ഐലൻഡിലേക്ക് പോകും. ആ ഐലൻഡിൽ ചെന്നിട്ട് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം.